ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എലാടൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതാ ഒരു മുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നെയ്യും തേങ്ങയും കൂടി ഒന്ന് ചൂടായി കിട്ടണം, അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഏലക്കായ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മധുരത്തിനനുസരിച്ച് നിങ്ങൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫ് ആക്കി വെക്കാം. പിന്നെ ഇതാ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഉണ്ടല്ലോ, പത്തിരി ഉണ്ടാക്കുന്ന പൊടി, അത് 2 കപ്പിന് എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം എടുത്തിട്ട് കുറച്ച് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. വെള്ളം കുറച്ച് ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കാൻ. പിന്നെ പത്തിരിനെങ്കാണ്ടി കുറച്ച് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. പിന്നെ ഇതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഒരു വാഴൻ്റെ ഇല എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇതാ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, അത് കട്ടില്ലാതെ ഒന്ന് കൈ കൊണ്ട് പരത്തി കൊടുക്കണം. ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ, ആ കൂട്ട് ഇതിലേക്ക് വെച്ചെടുക്കുക. ഇനി നമ്മൾ വാഴ മടക്കി വെക്കാം. ഇതുപോലെ ഓരോ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതാ വാഴൻ്റെ ഇലയിൽ മടക്കി വെച്ചിട്ടുള്ള അട ഉണ്ടല്ലോ, അത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. വന്നിട്ടുള്ള അട ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ടൻ ചായ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ സ്റ്റീം ചെയ്തിട്ടുള്ള അട ഉണ്ടല്ലോ, ഇത് നമുക്ക് വൈകുന്നേരത്തിന് ചായക്ക് കൂട്ടാനായിട്ട് അടിപൊളി കോംബോ ആണ്. വളരെ ടേസ്റ്റായിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്യണേ. ഇനി ഇതുപോലത്തെ വീഡിയോയുമായിട്ട് സിമ്പിൾ വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. ഓക്കെ, ബൈ.